ഹലോ സോ വെൽക്കം ടു ദ വെരി നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ദേവു സ്റ്റോറീസ്. ലാസ്റ്റ് ഇയർ അത്ര യൂട്യൂബിലൊന്നും ആക്റ്റീവ് ആവാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഈ വർഷം നമ്മൾ കുറച്ചധികം ആക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഐ ഹോപ്പ് എല്ലാം നടക്കുമെന്ന്. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് സെറ്റായി. ഇനി ബെഡിൽ കിടന്ന് ഉരുളുന്ന ഈ രണ്ടാൾക്കാരെ പൊക്കിയേ പറ്റും ഉറക്കത്തിൽ നിന്ന്. എന്തിനാ ഈ സൺഡേ രാവിലെ തന്നെ ഇവരെ പൊക്കുന്നതെന്നല്ലേ? ഇന്ന് നന്ദുവിന്റെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് മിഴിയുടെ സെക്കൻഡ് ചോറൂണാണ് കേട്ടോ. മിഴിനെ ഇതാ കുത്തിപ്പൊക്കി അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ കുളിപ്പിച്ചോളാം, പാല് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് ഫ്രീ ആണ്. മിഴിയുടെ ഈ ഒരു ബാത്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നേരെ ഞാനിത് അടുക്കളയിലേക്ക് പോയി ഇനി എനിക്ക് എൻ്റെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണം. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഈ ഒരു വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ തുളസിത്തറയും ആ ഒരു ഗേറ്റും സൂര്യൻ ഉദിക്കുന്നതും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ആ മരത്തിൻ്റെ ഇടയിലൂടെ. രാവിലെ എണീറ്റ് അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ആണ് കേട്ടോ. ആ ഒരു സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം ഓൾവേസ് എ കോഫി ലവർ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചായയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും, പുറത്ത് പോകുമ്പോൾ എനിക്ക് കോഫി വേണം. ഈ രാവിലെ ചായ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ജേർണലിൽ വരെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതി വെക്കാറുണ്ട്, ലൈക്ക് എ സിപ്പ് ഓഫ് ടീ എടുത്തു എന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണത്. മിഴിക്കുട്ടി ഇതായി ഇവിടെ പാൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത് സെറ്റ് മുണ്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരു സെറ്റ് മുണ്ട് എടുത്തിട്ടുള്ള വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഇതിന് നല്ല കമൻസ് ഇട്ടു കേട്ടോ. ആക്ച്വലി ഇത് എൻ്റെ സെറ്റ് മുണ്ടും അല്ല, നന്ദുയുടെ അമ്മയുടെ സെറ്റ് മുണ്ടുമാണ്. അമ്മ എനിക്ക് തന്നതാണ് കേട്ടോ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചതായിരുന്നു, വേറൊരു സാരിയുടെയാണ്. സത്യം പറഞ്ഞാൽ സെറ്റ് മുണ്ടും സാരിയും ഒന്നും എനിക്ക് ഉടുക്കാൻ അറിയില്ല. കല്യാണത്തിൻ്റെ മുന്നേ വരെ എൻ്റെ അമ്മയായിരുന്നു ഉടുപ്പിച്ചു തന്നത്, കല്യാണത്തിന് ശേഷം നന്ദുവിൻ്റെ അമ്മ. പക്ഷേ എനിക്ക് ഇതൊക്കെ ഉടുത്തിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 9 മണിക്കാണ് അമ്പലത്തിൽ എത്തേണ്ടത്. ഇപ്പം തന്നെ 8:45. ഇനി എല്ലാം ഷടപടേന്ന് റെഡി ആവണം. 1 2 3 ഞാനിവിടെ റെഡി ആയിട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടപ്പോൾ ഭയങ്കര നല്ല രസം തോന്നി കേട്ടോ. എന്നിട്ട് ഞാൻ ഒത്തിരി വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. മെഴിക്കുട്ടിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഈ ഒരു ഉടുപ്പ് കാണാൻ. ഈ എവിടെ പോകുമ്പോഴും ഞാൻ മെഴിക്ക് മാച്ച് ആയിട്ടുള്ള ബോയും ഷൂസും ഒക്കെ ഇട്ട് കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവണം എന്നുള്ളത്. കാരണം ഇങ്ങനെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ബോ ഒക്കെ വെച്ച് ഇങ്ങനെ ഒരുക്കി കൊണ്ട് നടക്കാമല്ലോ. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു, എല്ലാവരും ഓടി കയറി ഇതാ അമ്പലത്തിൽ എത്തി. നന്ദുവിന്റെ കയ്യിലുള്ള ആ കവർ ശർക്കരയാണ് കേട്ടോ തുലാഭാരത്തിന് വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ അമ്പലം, നാഗംകുളങ്ങര മഹാദേവ ടെമ്പിൾ ആണ്. ഈ കുട്ടിക്ക് ഇതാ ഒരു കുട്ടി മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഉണ്ണിക്കണ്ണനെ പോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചോറൂണ് ഇരുത്തി ചോറും പായസവും പാൽപ്പായസവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തൊന്നും ഇത്തിരി വെച്ചിട്ട് വായിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര കയ്പ്പ് കാണിച്ചു, മധുരം കൊടുത്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെയും കിട്ടാൻ വേണ്ടിയിട്ട് വാ തുറക്കുന്നുണ്ടായി. ഞങ്ങളെല്ലാവരും വായിൽ ഇച്ചിരി വെച്ച് കൊടുത്തത് അവളെ തുലാഭാരത്തിന് ഇരുത്തി കേട്ടോ. തുലാഭാരത്തിന് കിടക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു കേട്ടോ. ബിക്കോസ് കുറേ കഴിഞ്ഞ് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഒറ്റ തവണയല്ലേ ഉണ്ടാവുള്ളൂ. മേ ബി അടുത്ത തവണ അവളെ തുലാഭാരത്തിന് ഇരുത്തുമ്പോൾ അവൾ ഇരുന്നിട്ടായിരിക്കും തുലാഭാരം ചെയ്യുക. അങ്ങനെ ഭയങ്കര മാറ്റങ്ങൾ കുറേ കാലം കഴിഞ്ഞ് മിഴിക്കും ഇത് കാണാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി. ഇത് നന്ദുവിൻ്റെ അച്ഛനാണ് കേട്ടോ. അവിടെ മുഴുവൻ കുറച്ച് നേരം നടന്ന് മീൻ അതൊക്കെ കാണിച്ച്. ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കുറേ കാലം മിഴിക്കൊരു 10-18 വയസ്സാകുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മിഴി ഇതൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇനിയും ഒത്തിരി വീഡിയോസ് ഇടണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.